ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഗൂഗിൾ ഫോമിനെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണയായി നമ്മുടെ സ്കൂളിലും ക്ലാസ്സുകളിലും നാം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം വിവിധ തരത്തിലുള്ള ഫോമുകൾ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഫില്ല് ചെയ്ത് വാങ്ങാറുണ്ട്. ഒരു പ്രത്യേക ആവശ്യകതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം നാം ഫോമുകൾ ഫിൽ ചെയ്ത് വാങ്ങുന്നത്. ഇപ്രകാരം ഒരു പ്രത്യേക ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട് ഡേറ്റ കളക്ഷൻ പർപ്പസിലേക്ക് വേണ്ടി വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഫോമുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഗിളിൻ്റെ ഒരു സർവീസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു സർവീസ് ആപ്പ് കൂടിയാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ വിവിധ തരത്തിലുള്ള ഫോമുകൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്കൊരു ചോദ്യാവലികൾ നമുക്ക് തയ്യാറാക്കാം, ഓൺലൈൻ ക്വിസുകൾ നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ തയ്യാറാക്കാം, ഓൺലൈൻ പരീക്ഷകൾ നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ തയ്യാറാക്കാം, കുട്ടികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ നമുക്ക് കളക്ട് ചെയ്യാനൊക്കെ ഗൂഗിൾ ഫോമിലൂടെ സാധിക്കും. ഗൂഗിൾ ഫോമിലേക്ക് നാം ചെയ്യുന്നതിന് മുമ്പ് നാം ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ബ്രൗസർ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു വാലിഡായിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോമിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഇനി നമുക്ക് എപ്രകാരമാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 3 സ്റ്റെപ്പുകളിലൂടെയാണ് നാം ഗൂഗിൾ ഫോമിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഗൂഗിൾ ഫോമിലേക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഫോമിലോട്ട് എത്തുന്നത്? അതിനായി നാം എടുക്കേണ്ടത് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനായി ഞാൻ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസറിനെ ഞാൻ എടുക്കുന്നു. ഗൂഗിൾ ക്രോമിൽ വന്നു കഴിഞ്ഞാൽ വലത് സൈഡായിട്ട് ഗൂഗിൾ ആപ്സിൻ്റെ ഒരു സിമ്പൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഗൂഗിൾ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഗൂഗിൾ ആപ്സിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ താഴെ ഡോക്സ് എന്ന് പറയുന്ന ഒരു കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്ത് ഈ ഡോക്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ മെയിൻ മെനുവിൻ്റെ അടുത്തോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഡോക്സിൻ്റെ മെനുവിൽ നിന്നും നമുക്ക് ഡോക്സ്, ഷീറ്റ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്സ്, ഇവിടെ താഴെ ഗൂഗിൾ ഫോമും ഇവിടെ ഉണ്ടാകും. അതായത് ഗൂഗിൾ ഡോക്സിൻ്റെ മെയിൻ മെനുവിൽ നിന്നും നമുക്ക് ഫോംസിലോട്ട് എത്താനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഫോമിൻ്റെ ഒരു വിൻഡോയിലായിരിക്കും വരുന്നത്. അവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു സ്റ്റാർട്ട് എ ന്യൂ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് ഒരു ഫോം നമുക്ക് എടുക്കണമെങ്കിൽ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാം അൺടൈറ്റിൽഡ് ഫോമിലോട്ട് എത്തും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഡിയർ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് സ്റ്റെപ്പ് 2 എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നാം ഗൂഗിൾ ഫോമിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ ഫോമിലെത്തി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അൺടൈറ്റിൽഡ് ഫോം എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളുടെ ഈ ഫോമിന് വേണ്ടിയിട്ടുള്ള പ്രധാന ടൈറ്റിൽ, ഇപ്പോൾ ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ഡിഫറൻസ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലിൻ്റെ അവിടെ എൻ്റെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്തു. നമ്മൾ ഈ ഒരു ഫോം ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് സബ് ടൈറ്റിലായിട്ടും ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മളുടെ അടുത്തൊരു സെഷനിലോട്ട് വരുന്നത് ഇവിടെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്തുവെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ഒരു ഇതായതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ്, പിൻകോഡ്, പിന്നെ ഡിസ്ട്രിക്റ്റ്, അങ്ങനെ കുട്ടികളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞാൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നുവെങ്കിൽ എനിക്ക് അതിൻ്റേതായ ഡീറ്റെയിൽസാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ സാമ്പിളായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ കുളത്തിൽ നെയിം എന്നാണ്, നെയിം കുട്ടികളുടെ പേരാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നെയിം എന്ന് കൊടുത്തു. അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ കുട്ടികൾ നെയിമെന്ന് ഒരു കോളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള നമ്മളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. അതൊരു ഷോർട്ട് ആൻസർ ആണെങ്കിൽ കുറച്ച് സ്ഥലം വേണ്ട, അല്ലെങ്കിൽ ഒരു പേരൊക്കെ ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഷോർട്ട് ആൻസർ എന്ന് കൊടുക്കണം. അതിനുശേഷം പ്ലസ് സിമ്പൽ കൊടുക്കുക. ആഡ് ക്വസ്റ്റ്യൻസിന് അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് കൊടുക്കുക. ഞാനിവിടെ സമാനമായ രീതിയിൽ ഇവിടെ നെയിം കൊടുത്ത് ഹൗസ് നെയിം കൊടുത്തു, പ്ലേസ് കൊടുത്തു, പോസ്റ്റ് കൊടുത്തു, പിൻകോഡ് കൊടുത്തു.
തുടർന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സെക്സ്, ഇവർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ഒരു ഫീൽഡ് കൂടെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ നമ്മൾ ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് മെയിലെന്ന് ടൈപ്പ് ചെയ്യേണ്ടതല്ല, 2 ഓപ്ഷൻ നമുക്ക് കാണിക്കാം. അതായത് നമുക്ക് ചോയ്സ് കൊടുക്കാനാണെങ്കിൽ ഇവിടെ മെയിൽ ഫീമെയിൽ എന്നൊരു ഓപ്ഷൻ അവിടെ കാണിക്കണമെങ്കിൽ ഇവിടെ ഷോർട്ട് ആൻസർ എന്നല്ല കൊടുക്കേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കൊടുക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഓപ്ഷൻ 1 നമ്മൾ മെയിൽ എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അടുത്ത് നമ്മൾ മെയിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റെക്കഗ്നൈസ് ചെയ്ത് അടുത്തൊരു ഓപ്ഷൻ ഫീമെയിൽ എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ ഇവിടെ നമുക്ക് 2 ചോയ്സാണ് വേണ്ടതെങ്കിൽ നമുക്ക് 2 ചോദിക്കുക, അല്ല എങ്കിൽ വീണ്ടും കൂടുതൽ ചോയ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലതുഭാഗത്ത് നമുക്കിത് റിമൂവ് ചെയ്യണമെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ മാറ്റണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാറും. ഇവിടെ റിക്വയർഡ് എന്നൊരു ഫീൽഡ്, ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നത്. ഇത് നമ്മൾ ഓണാക്കിയാൽ മസ്റ്റായിട്ട് നെയിം കൊടുക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് കമ്പൽസറി ആണ് എന്ന് സൂചിപ്പിക്കാനാണ് റിക്വയർഡ് കൊടുക്കും. ഒരു കോളവും കുട്ടികൾ വിടാതിരിക്കണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിലും വന്നതിന് ശേഷം റിക്വയർഡ് നമ്മൾ ഓണാക്കി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആരും ഒരു ഫീൽഡും ടൈപ്പ് ചെയ്യാതെ വിടത്തില്ല. ആ റിക്വയർഡ് ഓണാക്കുമ്പോൾ ഇവിടെ എല്ലാത്തിലും സ്റ്റാർ വരും. ഈ സ്റ്റാറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്, അത് കമ്പൽസറി ആണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ എന്ന് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ സെക്സ് എന്നത് അവസാനം ടൈപ്പ് ചെയ്ത് ഇവിടെ വരുന്ന ഈ ഓരോ ചോദ്യത്തിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 6 കുത്തുകളിലൂടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യം നമുക്ക് അതിൻ്റെ ഓർഡർ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ നെയിം കഴിഞ്ഞ് അടുത്ത നെയിം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്താണ് ഇവിടെ റിലീസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരാം. അതുപോലെ ഈ ഫോമിനകത്ത് വരുത്തേണ്ട അത്യാവശ്യ സെറ്റിങ്സ് കൂടെ നാം മനസ്സിലാക്കണം. ആ സെറ്റിങ്സ് ഇവിടെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് 3 ടാബുണ്ട്: ജനറൽ ടാബ്, പ്രസൻറ്റേഷൻ ടാബ്, ക്യൂസസ്. ഇപ്പോഴത്തെ ട്യൂട്ടോറിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്യുക. ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. തൽക്കാലം ഇപ്പോൾ ആ രീതി മനസ്സിലാക്കി. ഇത് ടിക്ക് കിടക്കുകയാണെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് പ്രത്യേകിച്ച് തന്നെ ഇവിടെ ഒരു കസ്റ്റമൈസ് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹെഡർ എന്നുണ്ട്. അതായത് നമ്മുടെ ഈ സ്കൂളിൻ്റെ പേരൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇവിടെ ടൈറ്റിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പിക്ചർ, സ്കൂളിൻ്റെ ഒരു ഫോം തയ്യാറാക്കുമ്പോൾ സ്കൂളിൻ്റെ ഒരു ഫോട്ടോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൻ്റെ ഫോട്ടോസ് ഇവിടെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട് എങ്കിൽ അങ്ങനെ കൊടുക്കാം. നിങ്ങളുടേതായിട്ടുള്ള കമ്പ്യൂട്ടറിലുള്ള ഫയൽസാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അപ്ലോഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫയൽസ് പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇൻസേർട്ട് കൊടുത്തു. ഇൻസേർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ ചിത്രം ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫോംസിൻ്റെ ഒരു കളേഴ്സിൻ്റെ തീം കളർ നമുക്ക് ഇതാണ് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ ഏത് കളറാണ് കൊടുക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ഫോമിൻ്റെ തീം കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫോം എങ്ങനെയാണ്, ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്രിവ്യൂ എന്നൊരു ബട്ടണുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഫോമിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ പ്രിവ്യൂവിൽ നിന്നാണ് കണ്ടത്. തിരിച്ച് നമ്മളുടെ ഒറിജിനലിലോട്ട് നമ്മളിവിടെ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാം സ്റ്റെപ്പ് 2ൻ്റെ ഭാഗമായിട്ട്, ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോം നല്ലൊരു രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇത്രയും സമയം മനസ്സിലാക്കിയത്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് 3ാമത്തെ സ്റ്റെപ്പാണ്. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്ത ഫോം എപ്രകാരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം എന്നുള്ളത്. ആ 3ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്യണം. സെൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫ്രണ്ട്സിനാണോ മെയിൽ വഴിയാണ് അയക്കേണ്ടതെങ്കിൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. യൂഷ്വലി നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറയുന്നത് സെക്കൻഡ് ചോയ്സ്, ഇവിടെ ലിങ്ക് എന്ന് പറയുന്നത് ലിങ്കിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഒരു ലോങ് ലിങ്കിൻ്റെ ഒരു അഡ്രസ്സ് ഇവിടെ കാണും. ഇതൊരു ലോങ് ഫോം ആയതുകൊണ്ട് അതിനെ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാനോ അതോ മറ്റൊരു രീതിയിൽ മാറ്റാനോ ഒത്തിരി പ്രയാസമുള്ളതുകൊണ്ട് അതിനെ ഷോർട്ടൺ ചെയ്ത് നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഷോർട്ടൺ ചെയ്ത് അത് ചുരുക്കി ആ ലിങ്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത ഫോമിൻ്റെ ഒരു ലിങ്ക് ഷോർട്ടനായിട്ട് കാണും. ഇത് ഒന്ന് അൺടിക്ക് ചെയ്യുമ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു ലിങ്കാണ് കാണിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അഡ്രസ്സ് ഇത് നമുക്ക്
ഈ അഡ്രസ്സ് നമുക്കൊരു ബുക്കിലോ പേനയിലോ പേപ്പറിലോ ഒക്കെ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിനെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ലിങ്ക് ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ലിങ്ക് കൂടെ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഫോമിലോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം വേറൊരു വിൻഡോയിൽ തന്നെ നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് കൊടുത്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ വന്നു. നമ്മൾ സാധാരണ രീതിയിൽ ഈ ലിങ്ക് കോപ്പി ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മറ്റ് എവിടെയൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടത് അത് നമുക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അവർ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്രകാരമായിരിക്കും വരുന്നത്. നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോം വന്നതിന് ശേഷം ഞാൻ ഒരാളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സബ്മിറ്റാണ്. സപ്പോസ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു കോളം നിർബന്ധമായി കൊടുക്കേണ്ടതിനാണ് ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ സ്റ്റാറുള്ളൊരു ഫീൽഡ് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാതെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇവിടെ മെസ്സേജ് ദിസ് ഈസ് എ റിക്വയർഡ് ക്വസ്റ്റ്യൻ, അതായത് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട എന്തെങ്കിലും അവിടെ ടൈപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, സബ്മിറ്റ് എന്ന് കൊടുത്തു. സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ അടുത്ത് വന്നു യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്ത ഈ ഫോം ഡിസൈൻ ചെയ്ത ആൾക്ക് അവരുടെ ഇതിൽ ക്വസ്റ്റ്യൻസിൻ്റെ പേജിൽ നമ്മുടെ ക്വസ്റ്റ്യൻസും കാണും. ഇവിടെ തൊട്ടടുത്ത റെസ്പോൺസ്, ഇത് ഫോം ഡിസൈൻ ചെയ്ത അധ്യാപകരോ അധ്യാപികയ്ക്കോ മാത്രമേ ഇത് കാണത്തുള്ളൂ. കുട്ടികൾക്ക് ഈ റെസ്പോൺസ് കാണത്തുള്ളൂ, കാരണം നമ്മളാണ് ഫോം ഡിസൈൻ ചെയ്തത്. അപ്പോൾ റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്പോൺസ് വന്നു. നെയിം അനിൽ, സെക്സ് മെയിലാണ്, ഹൗസ് നെയിം ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത കുട്ടി ഈ ലിങ്ക് കിട്ടുന്ന കുട്ടി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഇവിടെ റെസ്പോൺസ് 2 എന്ന് കാണിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒരൊറ്റ ട്യൂട്ടോറിയലിലൂടെ പ്രതിപാദിക്കുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇനിയും പ്രതിപാദിക്കാനുണ്ട്. ഗൂഗിൾ ഫോമിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ട റെസ്പോൺസുകൾ, അതായത് കുട്ടികൾ എൻ്റർ ചെയ്ത റെസ്പോൺസുകളെ എങ്ങനെ ഗൂഗിൾ ഷീറ്റിലോട്ട് മാറ്റാമെന്നും അതിനെ ഒരു വർക്ക്ഷീറ്റായിട്ട് എങ്ങനെ സേവ് ചെയ്യാം, മാത്രമല്ല ഈ വർക്ക്ഷീറ്റ് ഫയലിനെ എങ്ങനെ ഒരു PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ട്യൂട്ടോറിയലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ട്യൂട്ടോറിയൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൊടുക്കുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.